കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ വീട് നവീകരണത്തിനാവശ്യമായ തുക NSS വിദ്യാർത്ഥികൾ കണ്ടെത്തുമെന്നും കോട്ടയത്തെ സുമനസ്സുകളും സഹകരിക്കണമെന്നും മന്ത്രി ആർ ബിന്ദു. 12,80,000 രൂപയുടെ എസ്റ്റിമേറ്റിൽ 50 ദിവസത്തിനകം വീട് പണി പൂർത്തീകരിക്കും. നാഷണൽ സർവീസ് സ്കീമാണ് വീട് നവീകരിച്ച് നൽകുക. ബിന്ദുവിന്റെ വീട് നവീകരിക്കാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തിയായി. നാഷണൽ സർവീസ് സ്കീമാണ് വീട് നവീകരിക്കുന്നത്. വീടിന്റെ പ്ലാനും എസ്റ്റിമേറ്റും കഴിഞ്ഞ ദിവസം തയ്യാറാക്കി. 12,80,000 രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. 50 ദിവസത്തിനകം വീട് പണി പൂർത്തിയാക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തി ഭർത്താവ് വിശ്രുതൻ, അമ്മ സീതാലക്ഷ്മി, മകൻ നവനീത് എന്നിവരെ ആശ്വസിപ്പിച്ചു. NSS വിദ്യാർത്ഥികൾ വീട് നിർമ്മാണത്തിനാവശ്യമായ തുക കണ്ടെത്തുമെന്നും കോട്ടയത്തെ സുമനസ്സുകളും സഹകരിക്കണമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. NSSന്റെ കുട്ടികൾ സമാഹരിക്കുന്ന തുകയോടൊപ്പം നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള സുമനസ്സുകളായ മനുഷ്യർ ഈ പ്രൊജക്റ്റുമായിട്ട് സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീട് പണി ഈ വീട്ടുകാർ പ്രതീക്ഷിക്കുന്ന അളവിൽ തന്നെ പൂർത്തീകരിക്കാനാണ് ശ്രമം. 50 ദിവസത്തിനകം അത് പൂർത്തീകരിക്കാമെന്നുള്ളതാണ് കോൺട്രാക്റ്റിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റാണ് NSSന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററും ശ്രീമതി ആശയും അതുപോലെ MG യൂണിവേഴ്സിറ്റി കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ ശിവദാസും ചേർന്ന് ഇന്ന് കൈമാറിയിട്ടുള്ളത്. പുതിയ അടുക്കളയും വർക്ക് ഏരിയയും നിർമ്മിക്കാനും ഷീറ്റിട്ടിരിക്കുന്ന ഭാഗം പൊളിച്ചുമാറ്റി കോൺക്രീറ്റ് ചെയ്ത് ബാത്റൂം നിർമ്മിക്കാനുമാണ് തീരുമാനമായത്. വീടിന്റെ അകവും മുറ്റവും ടൈൽ പാകാനും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ മുഴുവനായും പുതുതായി ചെയ്യാനും തീരുമാനിച്ചു. പുരയിടത്തിന്റെ മുൻഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ശേഷം അരമതിൽ നിർമ്മിക്കും. NSS സ്റ്റേറ്റ് കോർഡിനേറ്റർ, MG യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ, MLA CK ആശ, മന്ത്രി ബിന്ദു എന്നിവർ അടങ്ങുന്ന കമ്മിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. ജനം, കോട്ടയം.